ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 13-ാം തിരുവചനം. ഞങ്ങൾ ഉറങ്ങിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുവിൻ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഭയന്നു പോയ കാവൽക്കാർ ഓടി പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ആ കാവൽക്കാർക്ക് വേണ്ടത്ര പണം നൽകിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരോടും ഇത് പറയണം, ഞങ്ങൾ ഉറങ്ങിപ്പോയി, അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ എടുത്തുകൊണ്ട് പോയതാണ്. പൊള്ളത്തരങ്ങൾക്ക് എത്ര ആയുസ്സുണ്ട്! സത്യം എത്ര നാൾ മൂടിവയ്ക്കാൻ സാധിക്കും? ലോകം അറിഞ്ഞില്ലേ അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന്? നമ്മൾ വിശ്വസിക്കുന്നില്ലേ നമ്മുടെ കർത്താവ് മരിച്ചു മണ്ണടിഞ്ഞു പോയവനല്ല, ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്നവനെന്ന്? അതെ, ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവിടുത്തെ സന്നിധിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവൻ നമുക്ക് വേണ്ടിയാ ഉയർത്തെഴുന്നേറ്റത്. ആ കർത്താവിൽ വിശ്വസിക്കാം, അവിടുത്തെ ആരാധിക്കാം. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.